കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം വി ജയരാജനൊപ്പം ഇപ്പോൾ മനു മാടപ്പാട് ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ണൂർ ആയിക്കര ഫിഷ് മാർക്കറ്റിലാണ്. ഈ രാവിലെ ഇവിടെ നിൽക്കുമ്പോൾ എന്നോടൊപ്പം കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി ശ്രീ എം വി ജയരാജൻ കൂടി ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ എങ്ങനെയുണ്ട് പ്രചരണം? ഉഷാറായി പോകുന്നു? ഉഷാറായി പോകുന്നു. ഇന്ന് അതിരാവിലെ 5:30 മണിക്ക് കണ്ണൂർ ആയിക്കരയിലെ മത്സ്യ മാർക്കറ്റിലാണ് വോട്ടർമാരെ കാണാൻ എത്തിയത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, മത്സ്യ മാർക്കറ്റിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ പലരെയും പേരെടുത്ത് വിളിച്ച് പറയാൻ പറ്റുന്ന അടുപ്പമുണ്ട്. അതുകൊണ്ടൊരു അപരിചിതത്വം തോന്നുന്നില്ല. അതാണ് ഇവിടെ വന്നപ്പോഴുള്ള ഇത്. മണ്ഡലത്തിൽ എല്ലായിടങ്ങളിലും പോകുമ്പോൾ ആ ഒരു സ്വീകാര്യത തോന്നുന്നുണ്ടോ? എല്ലായിടത്തും ഉള്ള ഒരു സ്വീകാര്യത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴും അല്ലാതിരുന്ന പാർട്ടി പ്രവർത്തകനായിരിക്കുമ്പോഴും പൊതുവെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് എല്ലാവരുമായും ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളെ ആകെയുള്ള ഒരു പൊതുപ്രവർത്തകന് വേണ്ട ഒരു ശീലവും അതാണൊരു കൈമുതൽ. അപ്പോൾ ഞാനിപ്പം ചില കോളേജുകളിൽ, പുതിയ തലമുറയാണല്ലോ, അവരോട് എൻ്റെ പേരറിയുമോ ചോദിക്കുന്ന സമയത്ത് അവർ തന്നെ വിളിച്ച് പറയാറുണ്ട്, ജയരാജൻ ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരസ്പരമുള്ള ബന്ധം അത് തന്നെയാണ് കൈമുതൽ. ഇത്രയും ദിവസം പ്രചാരണത്തിനിടയിൽ ഏറ്റവും പ്രധാനമായും മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? വിഷയം രാഷ്ട്രീയവും വികസനവും. ഇപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടതുപക്ഷ നിലപാട് തികച്ചും ശരിയാണെന്ന പൊതുചിന്ത ജനങ്ങളിലുണ്ട്. ഇപ്പോൾ ഇന്നലെ ഉളിക്കൽ പഞ്ചായത്തിൽ BJP പ്രവർത്തകരായിരുന്ന 2 പേർ രാജിവെച്ച് CPIM-ൽ ചേരുന്നവരെ സ്വീകരിക്കുകയായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ വ്യക്തിപരമായി ആ ചടങ്ങിന് ശേഷം ചോദിച്ചു, നിങ്ങൾക്കെന്താ CPM-ൽ ചേരാൻ പ്രേരിപ്പിച്ച ഘടകം? അപ്പോൾ അവർ പറഞ്ഞത്, BJP-യേക്കാളും കോൺഗ്രസിനേക്കാളും എന്തുകൊണ്ടും ഏറ്റവും നല്ലത് CPM ആണ്, CPM-ൻ്റെ നിലപാടുകളാണ്, CPIM പല പ്രശ്നങ്ങളും എടുക്കുന്ന നിലപാട് തികച്ചും ശരിയാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നതെന്നാണ്. ഇതൊരു ചിന്ത പൊതുവിലുണ്ട്. ഈ പൗരത്വ നിയമ ഭേദഗതി പോലുള്ള വിഷയങ്ങളുണ്ടല്ലോ, അത് എങ്ങനെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്? ഇടതുപക്ഷം അതിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനോട് ഇപ്പോൾ എല്ലായിടങ്ങളിലും വലിയ ബഹുജന യോഗങ്ങളൊക്കെ ചേർന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ അടക്കം നേതൃത്വത്തിൽ. അതിനോട് പൊതുസമൂഹം പറയുന്നത് എന്താണ്? ഇപ്പോൾ കണ്ണൂരിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് ഒരു പ്രതിഷേധ റാലി നടന്നു. ആ റാലി ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറമായിരുന്നു. അതിൻ്റെ പങ്കാളിത്തത്തിൻ്റെ എണ്ണം കൊണ്ടും പങ്കെടുത്തവരുടെ വൈവിധ്യം കൊണ്ടും, ഇത് രണ്ടും കൊണ്ടാണ് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറമായത്. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു 3-4 ദിവസത്തെ സംഘാടന പ്രവർത്തനം കൊണ്ട് മാത്രം ഇത്രയധികം ആളുകൾ വരില്ല. ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുന്നു, മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു, എല്ലാ സമുദായ സംഘടനാ നേതാക്കളും പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞ മെസ്സേജാണ് താഴോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ എല്ലാ മതത്തിൽപ്പെട്ടവരും, അതായത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവരതിനെ സ്വീകരിച്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു മുസ്ലിങ്ങളെ മാത്രം പ്രശ്നമൊന്നുമല്ല, രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. ഇത് നമ്മൾ നടപ്പാക്കി കഴിഞ്ഞാൽ, മതാടിസ്ഥാനത്തിൽ പൗരത്വ നിയമം നടപ്പാക്കി കഴിഞ്ഞാൽ നാളെ റേഷൻ മതാടിസ്ഥാനത്തിലാവും. അപ്പോൾ നമ്മുടെ നാട് ഇതുവരെ ഉയർത്തിക്കൊണ്ടുവന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ ഈക്വാലിറ്റി ബിഫോർ ലോ, എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ് എന്ന കാഴ്ചപ്പാട് തന്നെ ഇല്ലാതാവും. പക്ഷേ അവിടെ കോൺഗ്രസ് പുലർത്തുന്നൊരു അപകടകരമായ മൗനമില്ലേ ഈ വിഷയത്തിൽ? ഇപ്പോൾ ഇവിടെ ഈ നിയമം നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി ഓരോ ഘട്ടത്തിലും അസന്ധിഗ്ധമായി പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന ഒറ്റ സർക്കാരുകൾ സംസ്ഥാനങ്ങളിൽ പോലും അങ്ങനെ ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടില്ല. മല്ലികാർജ്ജുൻ ഖാർഗെയോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ രാത്രി ആലോചിച്ചിട്ട് പറയാമെന്നാണ് പത്രക്കാരോട് പറഞ്ഞത്. മല്ലികാർജ്ജുന ഖാർഗെ രാത്രി ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് നിരവധി രാത്രികൾ കഴിഞ്ഞു, എന്നിട്ടും പറഞ്ഞിട്ടില്ല ഇതുവരെ. കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ സമീപനമാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് കഴിയാത്തത്. തീവ്ര ഹിന്ദുത്വവും മൃദു ഹിന്ദുത്വവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ്. ഇപ്പോൾ പയ്യോളിക്ക പഞ്ചായത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ, അവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് LDF-ൻ്റെതാണ്. അവരെ
അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കാൻ വേണ്ടി BJP ആണ് പ്രമേയം കൊണ്ടുവന്നത്. അതിനെ കോൺഗ്രസ് പിന്തുണച്ചു, ലീഗ് എതിർത്തു. അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു, കോൺഗ്രസ് പിന്തുണച്ചിട്ട് പോലും. കഴിഞ്ഞ ദിവസങ്ങളിൽ BJP രാഷ്ട്രീയമുള്ള ഒരു നർത്തകി RV രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധനായ ഒരു കലാകാരനെ വർണ്ണവെറിയൻ നിലപാടിലൂടെ ആക്ഷേപിച്ചു. അത് BJP-കാരിയാണ്. തൊട്ടടുത്ത ദിവസം കാണാൻ കോൺഗ്രസ്സുകാർ MM മണിയെ ഇതേ രീതിയിൽ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ഷേപിച്ചു. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം, കോൺഗ്രസും BJPയും തമ്മിൽ? അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം BJPയുടെ നിലപാടിന് അനുസൃതമാണ് കോൺഗ്രസ് കേരളത്തിൽ സ്വീകരിക്കുന്ന സമീപനം. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് പോലുള്ള വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പോൾ 8000-ഓളം കോടി രൂപയാണ് അതിലൂടെ BJP സമാഹരിച്ചിരിക്കുന്നത്. കോൺഗ്രസിനും വലിയ തുക കിട്ടിയിട്ടുണ്ട്. അവിടെ അതിനെതിരെ നിയമ പോരാട്ടം നടത്തിയത് CPIM ആണ്. ഈ വിധിയിലേക്ക് എത്തിച്ചതും CPIM-ന്റെ നിയമ പോരാട്ടമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തിയെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? കൃത്യമായി കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഈ കാര്യം വിവരിക്കുമ്പോൾ കുടുംബയോഗങ്ങളിൽ ആളുകൾ ഇങ്ങോട്ട് പറയുന്നുണ്ട്. ഞാൻ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ, പ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ, ഈ ഇലക്ടറൽ ബോണ്ടിലൂടെ കള്ളപ്പണം വാങ്ങിയവർ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ്? അപ്പോൾ ഉടൻ തന്നെ ഉത്തരം വരുന്നുണ്ട്, BJPയും കോൺഗ്രസും. കള്ളപ്പണം വാങ്ങാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഏതാണ്? CPIM-ഉം CPI-യും. ഇപ്പം ഇത് വ്യക്തമാവുന്നത് അന്ന് കോടതിയിൽ കേസ് നൽകിയതും അതോടൊപ്പം ഈ പ്രശ്നത്തിൽ CPIM എടുത്ത നിലപാട് സുവ്യക്തമാണ്. മാത്രമല്ല, CPIM പറഞ്ഞു കോർപ്പറേറ്റുകളുടെ പണം വേണ്ട എന്ന നിലയിൽ തന്നെ അവർ പറഞ്ഞു. അത് തെളിയിക്കുന്നത് CPIM-ന് ഇതിൽ വ്യക്തമായ നിലപാടാണ്. കാരണം കള്ളപ്പണം വാങ്ങില്ല, കള്ളപ്പണക്കാരെ സംരക്ഷിക്കില്ല, കള്ളപ്പണം വാങ്ങിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ല. BJP 7000 കോടി രൂപ കിട്ടിയപ്പോൾ അതിൽ 4000 കോടി ഉപയോഗിച്ചത് MLA-മാരെയും MP-മാരെയും കോൺഗ്രസ് നേതാക്കളെയും വിലക്ക് വാങ്ങാനാണ്. കോൺഗ്രസിന് 1332 കോടി രൂപ കിട്ടിയത് അതെന്ത് ചെയ്തു കോൺഗ്രസ് പറയണ്ടേ? ആരിൽ നിന്ന് കിട്ടി അതെങ്കിലും കോൺഗ്രസ് പറയണ്ടേ? അപ്പോൾ കോൺഗ്രസും BJPയും യഥാർത്ഥത്തിൽ ഒരേ തൂവൽ പക്ഷികളാണ്. കോൺഗ്രസ് ഇന്ന് ഭരണത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ 7000 കോടി കോൺഗ്രസിന് കിട്ടിയേനെ. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം രാവിലെ സംസാരിച്ചു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആയിക്കര ഫിഷ് മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ രാവിലെ LDF സ്ഥാനാർത്ഥിയുമായി സംസാരിച്ചത്. രാവിലെ ആയിക്കര സജീവമായി വരുന്ന സമയമാണ്. പുലർച്ചെ മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചൂടിലേക്ക് ആവേശത്തോടെ കടക്കുകയാണ് ഇവിടെ സ്ഥാനാർത്ഥി. ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം മനു മാടപ്പാട്ട്, കൈരളി ന്യൂസ്.